കൂട്ടുകാരെ, ഒന്നാം ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട മലയാളത്തിൻ്റെ കുറച്ച് വർക്ക്ഷീറ്റ്സ് ആണ്, കുറച്ച് പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ മാത്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് മലയാളമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പ്രവർത്തനം എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, നിറം നൽകാം ഭംഗിയാക്കാം. പക്ഷികൾക്ക് നിറം നൽകി അവയുടെ പേര് ബോക്സിൽ എഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്നാമത് കാണുന്ന പക്ഷി ഏതാണ് കൂട്ടുകാരെ? നല്ല ഭംഗിയുള്ള പക്ഷിയാണല്ലേ. ഏതാണത്? മയിലാണല്ലേ. രണ്ടാമത്തേതോ? രണ്ടാമത്തേത് നമ്മുടെ ചുണ്ട് ചുവപ്പിച്ച പക്ഷി ആരാണ്? തത്ത. അപ്പോൾ ഇവിടെ എന്തെഴുതണം? നമുക്ക് പേരെഴുതണം അല്ലേ. ഒന്നാമത്തേതിൻ്റെ പേര് എഴുതി നോക്കൂ. ഇതാരാണ്? മയില്. മയില്. രണ്ടാമത്തേത് ആരാണ്? തത്ത. തത്ത. അപ്പോൾ തത്തക്ക് നമ്മൾ ഏത് കളറാണ് കൊടുക്കേണ്ടത്? പച്ച കളർ കൊടുക്കണം അല്ലേ. അപ്പോൾ കൂട്ടുകാർ നല്ല ഭംഗിയായിട്ട് കളറൊക്കെ കൊടുക്കുക. മയിലിനും നല്ല ഭംഗിയായിട്ട് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ മയിലിനെയും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നിട്ട് ഇവിടെ പേരുകളും എഴുതുക. അപ്പോൾ കൂട്ടുകാർക്ക് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കാനൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുപോലെ നിങ്ങൾ കൊടുക്കണം കേട്ടോ. ഇനി അടുത്തത് നോക്കൂ. നടക്കുന്നവ, നീന്തുന്നവ, പറക്കുന്നവ. നടക്കുന്ന കുറച്ച് മൃഗങ്ങളെ തന്നിട്ടുണ്ട്. പശു, ആന, സിംഹം, കുരങ്ങൻ, പൂച്ച. ഇനി നീന്തുന്നവ ഏതൊക്കെയാണ്? നീന്തുന്നവയുടെ പേര് കൊടുക്കണം. എന്തൊക്കെ കൊടുക്കണം നമുക്ക്? നമുക്ക് കൊടുക്കാം മീന് അല്ലേ. മീന് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മത്സ്യം, മീന് എന്നൊക്കെ എഴുതി കൊടുക്കാം. പിന്നെ എന്തൊക്കെയാണ് നീന്തുന്നതുള്ളത്? തവള. തവളയെ എഴുതി കൊടുക്കാം, തവള. പിന്നെയോ മുതലയൊക്കെ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ നീന്തുന്നത് കാണാമല്ലേ. ഇനി പറക്കുന്നവ ഏതൊക്കെയാണ്? പറക്കുന്നത് കാക്ക. നമുക്ക് എഴുതാം കാക്ക, പരുന്ത്. പിന്നെയോ? പിന്നെ ഏതൊക്കെയാ പറക്കുന്നതുള്ളത്? കാക്ക പറക്കും, പരുന്ത് പറക്കും, അതുപോലെ തന്നെ തത്ത പറക്കും. പിന്നെയോ? പിന്നെ നമ്മുടെ മയില്. നേരത്തെ നമ്മൾ കണ്ട മയിലും ചെറുതായിട്ടൊക്കെ പറക്കും. അപ്പോൾ മയില് ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ നിങ്ങളിവിടെ എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ. പ്രവർത്തനം 3, വരികൾ കൂട്ടിച്ചേർക്കാം. വരികൾ കൂട്ടിച്ചേർത്ത് കവിത പൂർത്തിയാക്കാമോ? ഡാഷ് പൂമ്പാറ്റ. അപ്പോൾ അവിടെ എന്ത് കൊടുക്കാം നമുക്ക്? ഡാഷ് പൂമ്പാറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് അവിടെ എന്ത് കൊടുക്കാനാണ് ആഗ്രഹം? ഡാഷ് പൂമ്പാറ്റ. അത് കഴിഞ്ഞിട്ട് വട്ടമിട്ടു ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുത്തമൊന്നു ഡാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാഷ് തേനുമ്മ എന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് ഡാഷ് പൂമ്പാറ്റ എന്നാണ്. അപ്പോൾ എങ്ങനെയുള്ള പൂമ്പാറ്റയാണ്? നല്ല ഭംഗിയുള്ള പൂമ്പാറ്റയാണ് അല്ലേ. അപ്പോൾ അവിടെ ചേലുള്ള എന്ന് എഴുതി കൊടുക്കുക. ചേലുള്ള. അപ്പോൾ എന്തായി? ചേലുള്ള പൂമ്പാറ്റ. വട്ടമിട്ടിട്ട് എന്താ ചെയ്യുക? വട്ടമിട്ട് പറക്കുക. അപ്പോൾ വട്ടമിട്ട് പറന്നല്ലോ. വട്ടമിട്ട് പറന്നല്ലോ. മുത്തമൊന്നു കൊടുത്താലോ? മുത്തമൊന്നു കൊടുത്താലോ. പിന്നെയോ? ഡാഷ് തേനുമ്മ. അമ്മുവിനുമ്മ. തേനുമ്മ. ഓക്കെ, അപ്പം എങ്ങനെയായി? ചേലുള്ള പൂമ്പാറ്റ, വട്ടമിട്ടു പറന്നല്ലോ, മുത്തമൊന്നു കൊടുത്താലോ, അമ്മുവിനുമ്മ, തേനുമ്മ. ഓക്കെ, അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. പ്രവർത്തനം 5, ആഹാരശീലങ്ങളാണ്. നല്ല ശീലങ്ങൾക്ക് നേരെ ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് നല്ല ശീലങ്ങൾ കൂട്ടുകാരെ? ഒന്നാമത്തേത് കുളിക്കുന്നത് നല്ല ശീലമാണ് അല്ലേ. രണ്ടാമത് ചെയ്യുന്നത് നല്ല ശീലമാണോ? അല്ല. മൂന്നാമത്തേതോ? നല്ല ശീലമല്ല. ഇനി അടുത്തതോ? ഇത് നല്ല ശീലമാണ്. അപ്പോൾ ടിക്ക് കൊടുക്കുക. പിന്നെയോ? ഇത് നല്ല ശീലമാണോ? അല്ല. ഇത് എക്സസൈസ് ചെയ്യുക, അത് നല്ല ശീലമാണ്. വായന നല്ല ശീലമാണ്. അപ്പോൾ ഈ 4 നല്ല ശീലമായിട്ട് കൊടുക്കേണ്ടത്. ബാക്കിയുള്ളതൊന്നും നല്ല ശീലമല്ല. ഇവിടെ ആഹാരം കഴിക്കുകയാണ്, പക്ഷെ കഴിക്കുന്നത് എന്തൊക്കെയാണ്? ജങ്ക് ഫുഡ് ആണല്ലേ. ബർഗറും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത്, അതും നല്ലതല്ല. ഇനി അടുത്തത് നോക്കൂ.
ഞാൻ ആര്? ഉത്തരം കണ്ടെത്തൂ, വരച്ചു നിറം നൽകൂ. അടുക്കളയിലെ ചങ്ങാതി, എനിക്ക് നീണ്ടൊരു വാലുണ്ട്, അടുപ്പിൽ വെച്ചാൽ വിസിലൂതും, ഞാൻ ആരാണെന്നറിയാമോ? ആരാണ്? വിസിലൂതുന്ന ഒരാളേ ഉള്ളൂ. ആരാണത്? കുക്കർ. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ ചിത്രമാണ് കൂട്ടുകാർ വരയ്ക്കേണ്ടത്. എന്നിട്ട് അവിടെ കുക്കർ എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുക്കള ഉപകരണങ്ങൾ തിരിച്ചറിയുമോ? അടുക്കള ഉപകരണങ്ങൾക്ക് നേരെ ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് അടുക്കള ഉപകരണം? ഏതൊക്കെയാണ്? റോസ് പെറ്റൽ അടുക്കള ഉപകരണമാണോ? അല്ല. ബുക്സോ? അല്ല. കുക്കർ. അപ്പോൾ ഇവിടെ ടിക്ക് കൊടുക്കുക. ഇത് സ്പൂണ് അടുക്കള ഉപകരണമാണ്. ഗ്ലാസ് അടുക്കള ഉപകരണമാണ്. സോപ്പ് അല്ല. പിന്നെ ചിരവ അല്ലേ? ഇത്രയുമാണ് അടുക്കള ഉപകരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.